അങ്ങനെ വിക്രം ശ്രീകാന്തിനെ ചവിട്ടി മെതിച്ച് താഴെയിടുന്നു. ശ്രീകാന്തിനെ കുറിച്ചുള്ള സകല സത്യങ്ങളും വേദയുടെ വീട്ടുകാർ അറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രീകാന്ത് അതൊന്നും അംഗീകരിക്കാനോ മാപ്പ് ഇരക്കാനോ തയ്യാറാകുന്നില്ല. ശ്രീകാന്ത് തെറ്റ് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നു മാത്രമല്ല, വിക്രത്തെ വീണ്ടും തെറ്റുകാരനാക്കി പ്രസ്താവിക്കാനും ശ്രമിക്കുകയാണ്. വിക്രത്തിൻ്റെ ചവിട്ടേറ്റ് കിടന്നിട്ടും ഒട്ടും കൂസലില്ലാതെ വർഷയുടെ സഹായത്തിൽ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് വിക്രത്തിൻ്റെ കോളറിന് പിടിച്ച് വീണ്ടും ഭീഷണി മുഴക്കുകയാണ് ശ്രീകാന്ത്. എടാ തെണ്ടി, നിനക്കിത്ര ധൈര്യമോ? ഈ വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കാൻ നിനക്കിത്ര ധൈര്യമോ? നിന്നെ ഞാൻ എന്നും പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യത്തോടെ വിക്രത്തിൻ്റെ നേർക്കായിരിക്കും. ഈ സമയം വിക്രം ശ്രീകാന്തിനെ വീണ്ടും തള്ളിമാറ്റുകയും അടിക്കുകയും ചെയ്യുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, മതി വിക്രം മതി, നമുക്ക് നിയമത്തിൻ്റെ വഴിയിൽ പോയാൽ മതി, ഇനി ഒന്നും ചെയ്യണ്ട എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിലും അതോടൊപ്പം തന്നെ പറയുകയാണ്, അതെ അതുതന്നെ ഞാനും ചെയ്യാൻ പോകുന്നത്, ഇപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ, കാണിച്ചു തരാടാ നിന്നെ. ശ്രീകാന്ത് ഫോൺ എടുത്ത് വിളിക്കാൻ നേരം വേദ പറയും, നിങ്ങൾ പോലീസിന് വിളിച്ചോ, പക്ഷേ ഇതിൻ്റെ പേരിൽ അച്ഛൻ കൂടെ തെറ്റുകാരനാകും എന്ന് മറക്കണ്ട. പോലീസ് അന്വേഷിച്ച് നടക്കുന്ന ആളെ ഇവിടെ അച്ഛൻ ഒളിപ്പിച്ച് വെച്ചു എന്ന് മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് സ്ത്രീയേട്ടൻ വെറുതെ മണ്ടത്തരം ചെയ്യാനായിട്ട് നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ശങ്കരനാരായണാണെങ്കിലും പറയാണ്, വേദേ നീ ഇത് എന്തൊക്കെയാ ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് അറിയോ? ഇത്രയും നാൾ കേൾക്കാത്ത ചീത്തപ്പേര് നീ ആയിട്ട് എനിക്ക് ഉണ്ടാക്കി തരണോ വേദേ? ആ സമയം വേദ പറയാണ്, അച്ഛൻ ഞാൻ പറയുന്നത് കൂടെ മനസ്സിലാക്കണം. എൻ്റെ ഭർത്താവ് വിക്രം തെറ്റുകാരനല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വിക്രത്തെ സംരക്ഷിക്കുക എന്നത് എൻ്റെ കടമയാണ്. അച്ഛനും ഈ നിൽക്കുന്ന ദുഷ്ടനും അക്രമകാരിയും സ്വത്തിന് ആർത്തിയുമുള്ള ഈ നീചനായ മനുഷ്യനും ചേർന്ന് വിക്രത്തെ ഇല്ലാതാക്കാമെന്നു ചിന്തിച്ച ആ ദിവസം മുതൽ വിക്രത്തെ സംരക്ഷിക്കുക എന്നത് എൻ്റെ മാത്രം കടമയായി. അതുകൊണ്ട് എൻ്റെ പ്രാണനായ വിക്രത്തെ സംരക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. ഈ വേദയാണ് പറയുന്നത്. വേദ ഇങ്ങനെ വിക്രത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ചേർത്ത് നിർത്തിക്കൊണ്ടും സംസാരിക്കുമ്പോൾ എല്ലാവരും ഷോക്കായി നിൽക്കുന്നുണ്ട്. വിക്രം ആണെങ്കിൽ വേദ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്, ഒരു സഹാനുഭൂതിയോടുകൂടിയും സ്നേഹത്തോടെയും ഇങ്ങനെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. വിക്രം ശങ്കരനാരായണൻ്റെ അടുക്കിലേക്കാവും പിന്നീട് ചെല്ലുന്നത്. ശേഷം വിക്രം ശങ്കരനാരായണനോടായിട്ട് പറയുകയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം നിങ്ങളുടെ ഈ മകനാണ് ചെയ്തത്. വിക്രം അറിഞ്ഞുകൊണ്ട് ആരെയും ഇതുവരെയും കൊന്നിട്ടില്ല. വരുണിൻ്റെ അനിയന് തുല്യമായിരുന്നു. ഇവർക്ക് വേണ്ടി കൂടെ നിന്ന ആ പുളിക്കനെ പോലും അവർ വെറുതെ വിട്ടില്ല. തെറ്റ് ചെയ്യാത്ത പക്ഷം ഞാൻ ശിക്ഷിക്കപ്പെടാൻ അർഹനല്ല. ഈ വീട്ടിൽ തന്നെ അഭയം പ്രാപിച്ചതിൽ എന്നോട് പൊറുക്കണം, മറ്റു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. വേദയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളും. അവളെ ഞാനിന്ന് അത്രമേൽ സ്നേഹിക്കുന്നു. ഒരു സ്വത്തും എനിക്ക് ആവശ്യമില്ല. ഞങ്ങളെ ജീവിക്കാൻ മാത്രം അനുവദിച്ചാൽ മാത്രം മതി, എനിക്ക് അത്ര മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞ് വിക്രം കരഞ്ഞുകൊണ്ടിങ്ങനെ കൂപ്പുകൈകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശങ്കരനാരായണൻ്റെ അടുത്ത്. വേദ വിക്രം സംസാരിക്കുന്ന സമയം ആരോ ഇങ്ങനെ ഫോണൊക്കെ വിളിച്ചിങ്ങനെ എന്തൊക്കെ ഏർപ്പാട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ജോസഫ് ആയിരിക്കും. ശ്രീകാന്ത് പോലീസിനെ ഫോൺ വിളിക്കാൻ നിൽക്കുമ്പോഴേക്കും വിക്രം ഫോൺ പിടിച്ചു വാങ്ങി താഴെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ശേഷം വേദ വിക്രത്തിൻ്റെ കൈകൾ ചേർത്ത് പിടിക്കും. എന്നിട്ട് ശങ്കരനാരായണനോടായിട്ട് പറയും, അച്ഛാ അമ്മേ ഞങ്ങൾ ഇറങ്ങുകയാണ്. വിക്രം തെറ്റുകാരനല്ലെന്ന് തെളിയുന്നത് വരെ മറ്റൊരിടത്തേക്ക് മാറി നിൽക്കുകയെന്നല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. വിക്രത്തെ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞയക്കാനും ഉദ്ദേശിക്കുന്നില്ല. അച്ഛന് ഞാൻ കാരണം ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ശേഷം അവർ കൈകൂപ്പി ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് എന്നിങ്ങനെ പറയുന്നു. ശേഷം വേദ വിക്രത്തിൻ്റെ കൈകൾ പിടിച്ച് അവിടെ നിന്നും വേഗം രക്ഷപ്പെടും. ശ്രീകാന്ത് ആണെങ്കിൽ പുറകെ തന്നെ ഉണ്ടാവും വിക്രത്തെ പിടിക്കാനായിട്ട്. പക്ഷേ വിക്രത്തെയും വേദയെയും പിടിച്ചു നിർത്താൻ ശ്രീകാന്തിന് ഒറ്റയ്ക്ക് സാധിക്കുന്നുണ്ടായില്ല. അങ്ങനെ വേദയും വിക്രവും വീടിന് വെളിയിൽ ഇറങ്ങുമ്പോഴേക്കും ഒരു ബൈക്ക് അവിടെ എത്തിയിട്ടുണ്ടാകും. അത് ജോസഫ് തന്നെ കൊണ്ടിട്ടതായിരിക്കും. അങ്ങനെ വേദയും വിക്രവും ആ ബൈക്കിൽ കയറി ദൂരേക്ക് യാത്രയാകുന്നുണ്ട്. വേദ പോകുന്ന സമയത്ത് ഒരു നിമിഷം ഇങ്ങനെ വീട് നോക്കി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സങ്കടമൊക്കെ കാണിക്കുന്നുണ്ടാകും. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ഇവരിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ സോങ്ങൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏതോ ഒരു മഴനൂലിൽ എന്നുള്ള ഒരു സോങ്ങൊക്കെ ആയിരിക്കും. വേദ കരയുന്നൊക്കെ ഉണ്ട്. വിക്രത്തെ ചേർന്ന് ഇരിക്കുന്നുണ്ട് വേദ.
അങ്ങനെ അവർ ആരും എത്തിപ്പെടാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും സാധിക്കാത്ത വിധം വളരെ ദൂരേക്ക് എത്തുന്നുണ്ട്. ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിരിക്കും. അങ്ങനെ ഒരുപാട് ബിൽഡിംഗ് ഒന്നും ഉണ്ടാവില്ല. ഒരു വിജനമായ സ്ഥലത്തേക്കായിരിക്കും അവർ എത്തുക. കുറേ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരിക്കും. അവരങ്ങനെ ഒരുപാട് ദൂരെയുള്ള സ്ഥലത്തെത്തും. എന്നിട്ട് പിന്നെ ജോസഫ് പറഞ്ഞ് ഏർപ്പാടാക്കിയ ഒരു ചെറിയൊരു ഷെഡിട്ട ഒരു വീടൊക്കെ ആയിരിക്കും അവർക്ക് ഏർപ്പാടാക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ ആരും എത്താത്ത ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിൽ വേദ അവിടെ ഒരു കാവ് ഇങ്ങനെ കാണുന്നുണ്ടാവും. അപ്പോൾ വിക്രം ഒന്ന് വണ്ടി നിർത്ത് എന്ന് പറയുന്നു. അപ്പോൾ വിക്രം ആണെങ്കിലും വണ്ടി നിർത്തിയതിന് ശേഷം രണ്ടുപേരും കൂടി ആ ഒരു കാവിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ വേദ വിക്രത്തോട് പറയുന്നുണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട് വിക്രം, അത് സാധിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് പറഞ്ഞാലും ഞാനത് സാധിച്ചു തന്നിരിക്കും എന്നിങ്ങനെ വിക്രം ആണെങ്കിലും പറയുന്നുണ്ട്. അങ്ങനെ വേദ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രസാദമൊക്കെ ഉണ്ടാവും അവിടെ ഇങ്ങനെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുങ്കുമം എടുത്തിട്ട് വേദ വിക്രത്തിൻ്റെ നേർക്ക് നീട്ടിയിട്ട് പറയും, ഇതെൻ്റെ നെറുകയിൽ വിക്രം തൊട്ട് തരാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിക്രം ഒന്നിങ്ങനെ ചിരിച്ചുകൊണ്ടിങ്ങനെ വേദയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് വേദയുടെ നെറുകയിൽ ആ ഒരു കുങ്കുമം എടുത്തിട്ട് വിക്രം ചാർത്തി കൊടുക്കുന്നു. അപ്പോൾ വേദയുടെ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നുണ്ടാവും ആ ഒരു ചാർത്തുന്ന നിമിഷം. എന്നിട്ട് വിക്രത്തോടായിട്ട് വേദ പറയും, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഞാൻ ഇതുവരെ കുങ്കുമം അങ്ങനെ തൊട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു വിക്രം എന്നെ എന്നാണോ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നത് ആ നിമിഷം എൻ്റെ നെറുകയിൽ വിക്രം തന്നെ ചാർത്തി തരണം എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാളും നെറുകയിൽ തൊടാതെ നടന്നിരുന്നതും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹഗ്ഗൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കുങ്കുമമൊക്കെ ചാർത്തി അവിടെ ഇരുന്ന് മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവർക്കായിട്ട് ഏർപ്പാടാക്കിയിട്ടുള്ള ആ ഒരു ഷെഡിട്ട വീട്ടിലേക്കായിരിക്കും അവർ നടന്ന് നീങ്ങുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല തണുപ്പുള്ള ഏരിയയൊക്കെ ആയിരിക്കും. വേദയ്ക്കാണെങ്കിൽ നല്ല പോലെ തണുത്ത് വിറയ്ക്കുന്നുണ്ടാവും. വിക്രം ആണെങ്കിലും വണ്ടി അവിടെ നിർത്തിയിട്ട് പിന്നെ ആ ഒരു വീട്ടിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു കീയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ജോസഫ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ചെറിയ സൗകര്യങ്ങളെ ഏർപ്പാടാക്കാൻ പറ്റിയുള്ളൂ, എങ്കിലും ഇവിടെ നിങ്ങൾ അന്വേഷിച്ച് ആരും എത്താൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ വീട്ടിലേക്ക് രണ്ടുപേരും കയറി ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ വേദയും വിക്രവും ആരും എത്തപ്പെടാത്ത ആ ഒരു വീട്ടിൽ ഭാര്യ ഭർത്താവായിട്ട് താമസിക്കാനായിട്ട് തുടങ്ങുകയാണ്. മനസ്സിലാണെങ്കിൽ വേദയ്ക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ട് പുളിക്കനെ കൊന്നതിലൊക്കെ. കാരണം ആകെ ഉണ്ടായിരുന്ന ഒരു തെളിവായിരുന്നു അത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ പരസ്പരം സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അവരുടെ ഓരോ സങ്കടങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ ഒരു ഹണിമൂണ് പോയ പോലെ അത് ആഘോഷിക്കുന്നുണ്ട്. കാരണം ഒരു ഭാഗത്ത് സങ്കടങ്ങളാണെങ്കിലും ആ സങ്കടത്തിൽ തന്നെ നിലനിൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവരുടെ സന്തോഷവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വേദിയും അതുപോലെ തന്നെ വിക്രവും കുറേ തമാശകൾ പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് അവർ ജീവിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇനി എങ്ങനെ ശരിയാകും എന്നുള്ള ഒരു ടെൻഷനും വേദയുടെ മുഖത്ത് കാണാനായിട്ട് സാധിക്കും. അവർ അവിടെ എത്തിയതിന് ശേഷം ഉള്ള കാര്യങ്ങളും എല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അവരവിടെ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.